ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു ഡിഷല്ല കേട്ടോ. അതായത് മെയിനായിട്ടൊരു റെസിപ്പി അല്ല കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ടുള്ള താരത്തിനെ എങ്ങനെ നന്നായിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നന്നാക്കാൻ പോകുന്നത് ക്രാബാണ്. അതായത് ഞണ്ടിനെ എങ്ങനെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാനൊരു സത്യം പറയാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്രാബ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആദ്യമായിട്ട് കാണിച്ചിട്ട് ഫ്ലോപ്പ് ആവുന്ന കാണിക്കണമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ നന്നായിട്ട് യൂട്യൂബിലുള്ള അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ച് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ക്രാബിനെ, നല്ല കുട്ടപ്പനായിട്ടുള്ളൊരു ക്രാബിനെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഏറ്റവും ലാസ്റ്റിലുള്ള ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് കിട്ടും നമ്മുടെ കയ്യിലേക്ക്. ജസ്റ്റ് ഒന്ന് പിരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൂടെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഏറ്റവും ലാസ്റ്റിലെ ലെഗ് ഉണ്ട്, ആ ലെഗ് നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ ഇതുപോലുള്ള 3 കുഞ്ഞു ലെഗുകളുണ്ട്, കാലുകളുണ്ട്. അതിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഭാഗം മാത്രം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ആ ഒരു ലെഗിൻ്റെ ആ ഒരു ഭാഗം നല്ല ഫ്ലാറ്റാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇനിയുള്ളത് മെയിനായിട്ടുള്ള ഈ ഒരു ലെഗാണ്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇത് നിർബന്ധമില്ല കേട്ടോ, കാരണം ഇത് ഭയങ്കര ഹാർഡാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്താൽ മതി. അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്താൽ മതി. പക്ഷേ ഇതിങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് റിസ്ക് ഒഴിവാക്കാൻ ജസ്റ്റ് കട്ട് ചെയ്യാണ് ഞാൻ. ഒരു ഭാഗം നമുക്കിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും, പക്ഷേ ഒരു ഭാഗം നല്ല ഹാർഡാണ്. അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം എന്നില്ല കേട്ടോ. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് കണ്ടോ, നല്ല കൂർത്തിരിക്കുന്ന പല്ലുകൾ പോലെ കണ്ടോ, ഇതെല്ലാം നമ്മൾ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിൽ നമുക്കത് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ മുറിവാവും. അപ്പോൾ നന്നായിട്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് മാറ്റുക. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ലെഗിനെ തന്നെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് പിരിച്ചു കൊടുത്താൽ തന്നെ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഞണ്ടിൻ്റെ ഒരു കാല് ഇത് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു കാല് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് ഈ ഒരു മെയിനായിട്ടുള്ള ലെഗിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം കണ്ടിട്ട് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര മെനക്കെട്ട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മുതിർന്നവർ മാത്രം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല. നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാത്രമല്ല നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പം ഇത്രയും ഒരു ഹാർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഈ ഒരു ലെഗിൻ്റെ സൈഡ് വശങ്ങളിൽ കാണുന്ന നല്ല കൂർത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾക്ക് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രാബിൻ്റെ 2 കാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ വശത്ത് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുക ജസ്റ്റ്. എന്നിട്ട് ഇതാ ഈ ഒരു ഷെല്ല് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും. കൂടെ ഈ ഒരു ഷെല്ലിൻ്റെ കൂടെ തന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്രാബിൻ്റെ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് കാണുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. ഈ കാണുന്ന രണ്ടും അതിൻ്റെ ഗിൽസാണ്. അപ്പോൾ നമുക്ക് ലെങ്സ് ഉള്ള പോലെ തന്നെ ഫിഷിനൊക്കെ ഉള്ളതാണ് ഗിൽസ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് എടുക്കുകയാണ്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കുക. പിന്നെ നമ്മൾ പൈപ്പ് വാട്ടറിൻ്റെ താഴെ കാണിച്ചാൽ മതി. അതിൻ്റെ സെൻറ്ററിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഞണ്ടത് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഞണ്ട് നമ്മൾ ക്ലീനാക്കി കഴിയുമ്പം ഇത്ര മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പ്രോൺസൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ഷെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഞണ്ട് നമ്മൾ ക്ലീനാക്കി കഴിയുമ്പം. പിന്നെ ഇതേ രീതിയിൽ നമ്മൾ ഒരു ഞണ്ട് കൂടെ ഒന്ന് ക്ലീനാക്കിയിട്ട് കാണിക്കുകയാണ്. ആദ്യം തന്നെ അതിൻ്റെ ഏറ്റവും എൻഡിലുള്ള ലെഗ് ഒഴിവാക്കിയിട്ടെടുക്കുക. പിന്നെ മെയിനായിട്ടുള്ള ആ ലെഗിൻ്റെ സൈഡ് വശങ്ങൾ നല്ല കൂർത്തിട്ടിരിക്കുന്ന ഭാഗം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞ് ലെഗിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഒരു ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടെടുക്കുക. എന്നിട്ട് ക്രാബിൻ്റെ താഴെ വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ ഒരു ഷെല്ല് ഒഴിവാക്കിയിട്ടെടുക്കുക.
എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന വേസ്റ്റും പിന്നെ ആ ക്രാബിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്ന അതിൻ്റെ ഒരു ഫ്ലവർ പോലുള്ള ഗിൽസും കൂടെ ഒന്ന് ഒഴിവാക്കിയിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടെടുക്കുക. സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ 2 ക്രാബ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കൂടുതലും അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷെല്ലും പിന്നെ അതിൻ്റെ വേസ്റ്റും കുഞ്ഞു കാലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ടും ഉണ്ടാവുക വേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാനിതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി നിങ്ങളെ കാണിക്കാം. അപ്പം ഞണ്ടിനെ ഇങ്ങനെ നമ്മൾ ജീവനോടെ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ നമുക്ക് ടെൻഷനായിരിക്കും. കാരണം ഞണ്ട് ഇറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിനുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ചുമ്മാ ഇതിപ്പോൾ കയ്യിൽ വെച്ച് കണ്ട് ഇറുക്കി കൊടുക്കുമ്പോൾ പെയിനൊന്നും ഇല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കിയാണ്ട് അടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ക്രാബിനെ കാണാൻ. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതേ നമ്മുടെ അവസാനത്തെ ഞണ്ടിനെ ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണ ഫിഷ് നന്നാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ഈ ഒരു ക്രാബ് നന്നാക്കാൻ കേട്ടോ. അതിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല ക്രാബ് നന്നാക്കാൻ. കണ്ടോ, മുഴുവനായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിലതൊന്നും ഞാൻ ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ മുഴുവനായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കിത് എളുപ്പത്തിലൊക്കെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ കണ്ടല്ലോ, വേസ്റ്റാണ് കൂടുതലുള്ളത്. നമ്മൾ ഇത്രയും 1 കിലോ നമ്മുടെ ഞണ്ടെടുക്കുമ്പം കൂടുതലും വേസ്റ്റാണ്. നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലുള്ള സെയിം അവസ്ഥയാണ്. അപ്പോൾ ഇനി ഒരു വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മുടെ ക്രാബ് ക്ലീൻ ചെയ്തെടുത്തതിന് ഒന്ന് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുമ്പം അതിൻ്റെ ലെഗൊക്കെ നന്നായിട്ട് പൈപ്പ് വാട്ടർ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫോഴ്സിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. കാരണം എവിടെയെങ്കിലും വല്ല മണലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു ഇത് കുഴൽ പോലെയാണ് ഇതിൻ്റെ കാല്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പൈപ്പ് വാട്ടർ തുറന്ന് വെച്ചിട്ട് അതിനെ ചുവട്ടിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കഴുകിയെടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ 1 കിലോ ഞണ്ട് നമ്മുടെ ക്രാബ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാബ് വെച്ചിട്ട് ഒരു കിഡിലനായിട്ടുള്ള ക്രാബ് റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്രാബ് റോസ്റ്റാണ്. അപ്പോൾ ഇനി ഈ ക്രാബ് റോസ്റ്റും ക്രാബിൻ്റെ കറിയൊക്കെ ഞണ്ട് കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്, പക്ഷേ ഈ ഞണ്ട് നന്നാക്കാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നം വെച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും മടിക്കണ്ട. ഇത് നോക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഞണ്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വളരെ എളുപ്പം തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.